Good morning, students. Adutha university question idana. Show that the vector field f of xy is equal to xy square I plus x square yj is conservative and find phi such that f is equal to del phi. Hence, evaluate integral lower limit 1 to upper limit 2 for xy square dx plus x square y dy. ഇത് ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടിൽ ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമ്മൾ 3 സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് തന്നിരിക്കുന്ന വെക്ടർ ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാം. രണ്ടാമത്തെ എന്താണ്, കൺസർവേറ്റീവ് ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആയിരിക്കും. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഫൈ കണ്ടുപിടിക്കാം, ഫംഗ്ഷൻ ഫൈ കണ്ടുപിടിക്കാം. മൂന്നാമത് ഇതിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇത് ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ 3 കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പൊ ഒന്നാമത്തെ നമുക്ക് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് വൈ സ്ക്വയർ ഐ പ്ലസ് എക്സ് സ്ക്വയർ വൈ ജെ എന്നാണ്. ഇതിന്റെ ഐയുടെ കമ്പോണന്റിനെ എഫ് എന്ന് വിളിക്കാം, അപ്പൊ എക്സ് വൈ സ്ക്വയർ. ജെയുടെ കമ്പോണന്റിനെ നമുക്ക് ജി എന്ന് വിളിക്കാം, എക്സ് സ്ക്വയർ. ഐയുടെ കമ്പോണന്റ് എഫും ജെയുടെ കമ്പോണന്റ് ജി. എന്നിട്ട് എഫ് എന്ന ഫംഗ്ഷനെ നമ്മൾ ഡോ എഫ് ബൈ ഡോ വൈ, എഫ് എന്ന ഫംഗ്ഷനെ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡോ വൈ ഓഫ് എഫ് എന്താണ്, എക്സ് വൈ സ്ക്വയർ. ഇതിനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, എക്സ് ഇൻറ്റു 2y. നമുക്ക് എന്ത് കിട്ടും, 2xy. ഇനി നമ്മള് ഡോ ജി ബൈ ഡോ എക്സ്, ജി എന്ന ഫംഗ്ഷനെ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡോ വൈ ഡോ എക്സ് ഓഫ് ജി എന്താണ്, എക്സ് സ്ക്വയർ വൈ ആണ്. ഇവിടെ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വൈ കോൺസ്റ്റന്റ് ആണ്, എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2xy, ദാറ്റ് ഈസ് 2x. അപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ്. ദാറ്റ് ഇംപ്ലൈസ് ദ ഫംഗ്ഷൻ ഈസ് കൺസർവേറ്റീവ്. ഒന്നാമത്തെ ആൻസർ കിട്ടി, കൺസർവേറ്റീവ് എന്നുള്ള ആൻസർ കിട്ടി. therefore the function is conservative. അപ്പോൾ കൺസർവേറ്റീവ് ആണ് തെളിയിക്കാനായിട്ട് തന്നിരിക്കുന്ന വെക്ടർ ഫംഗ്ഷനിലെ ഐയുടെ കമ്പോണന്റിനെ നമ്മൾ എഫ് എന്ന് വിളിക്കുന്നു, ജെയുടെ കമ്പോണന്റിനെ നമ്മൾ ജി എന്ന് വിളിക്കുന്നു. എഫ് എന്ന ഫംഗ്ഷനെ നമ്മൾ എക്സ് വെച്ച്, എഫ് എന്ന ഫംഗ്ഷനെ വൈ വെച്ച് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എഫ് എന്ന ഫംഗ്ഷനെ വൈ വെച്ച് ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് എന്ന ഫംഗ്ഷനെ വൈ വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ കിട്ടും. ആൻസർ എന്താണ്, 2xy ആണ്. ജി എന്ന ഫംഗ്ഷനെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഡോ ജി ബൈ ഡോ എക്സ് കിട്ടും, നമുക്ക് 2xy കിട്ടും. ഇവിടെ ഡോ എഫ് ബൈ ഡോ വൈയും ഡോ ജി ബൈ ഡോ എക്സ് ഈക്വൽ ആണ്. therefore we can say that given function is conservative. ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഈ രണ്ടാമത്തെ സ്റ്റേജ് നമുക്ക് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്, കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഫൈ കണ്ടുപിടിക്കണം. ആ ഫൈ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് വൈ സ്ക്വയർ ഐ പ്ലസ് എക്സ് സ്ക്വയർ വൈ ജെ ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ഫൈ ബൈ ഡോ എക്സ്. ഇവിടെ നമുക്ക് ജെ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് എഴുതേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ കേസ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഐ ജെ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഈസ് ഡെൽ ഫൈ എന്ന് എഴുതി എഫിന്റെ വാല്യൂ എക്സ് വൈ സ്ക്വയർ ഐ പ്ലസ് എക്സ് സ്ക്വയർ വൈ ജെ എന്ന് എഴുതുന്നു. ഡെൽ ഫൈ എന്നുള്ളത് ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ. ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ സ്ക്വയർ ആണ്. ഡോ ഫൈ ബൈ ഡോ വൈ, അതായത് ജെയുടെ കമ്പോണന്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, എക്സ് സ്ക്വയർ വൈ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡോ ഫൈ ബൈ ഡോ എക്സ് നമുക്ക് എക്സ് വൈ സ്ക്വയർ കിട്ടി, ഡോ ഫൈ ബൈ ഡോ വൈ എന്നുള്ളത് എക്സ് സ്ക്വയർ വൈ കിട്ടി. ഇനി നമുക്ക് ഫൈ കിട്ടാനായിട്ട് ഈ ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫൈ കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് സി. ഇവിടെയാണെങ്കിലോ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ y നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ
y square by 2 plus. ഇങ്ങനെ നമുക്ക് ഈ രണ്ട് കേസിലും dou phi by dou x equal to xy square നമ്മൾ x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 5 കിട്ടും, റൈറ്റ് ഹാൻഡ് സൈഡിൽ x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x square by 2 into y square plus c. ഇവിടെ ആവുമ്പോഴോ dou phi by dou y ആവുമ്പോഴോ phi is equal to x square y square by 2 plus. Therefore നമുക്ക് phi എന്ന് പറയുന്നത് എന്താണ്? x square y square by 2 plus. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. രണ്ട് കേസിലോട് കോമൺ ആയിട്ടുള്ള എടുത്തു. അപ്പൊ phi എന്നുള്ള ഫംഗ്ഷൻ രണ്ടാമത്തെ ആൻസർ കിട്ടി. phi എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? x square y square by 2 plus c. ഇനി നമുക്ക് മൂന്നാമത് ഇത് ഇങ്ങനെയാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാം. വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? Integral of 1 to 2, 2 to 4, x y square dx plus x square y dy. ഇത് കാൽക്കുലേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Pi of x2 y2 minus pi of x1 y1. x2 y2 എന്ന് പറയുന്നത് എന്താണ്? 2 4. x1 y1 എന്ന് പറയുന്നത് എന്താണ്? 1 2. അതായത് phi of എന്ന് പറയുമ്പോൾ x square y square by 2 plus c. ഇവിടെ നമുക്ക് ലോവർ ലിമിറ്റ് 1 2 ലോവർ ലിമിറ്റ് കൊടുക്കണം. ഇവിടെ നമുക്ക് this is equal to ഇവിടെ pi of x2 y2 എന്ന് പറയുമ്പോൾ pi of 2 4 minus pi of 1. അപ്പൊ ഇവിടെ നമ്മൾ ഈ x square y square by 2 ല് x ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് 2 4 into y യുടെ സ്ഥാനത്ത് കൊടുക്കണം 4 കൊടുക്കുക. 4 4 16 divided by 2. c നമ്മൾ രണ്ട് കേസിലും ഒരു c ഉണ്ട്, ഇവിടെ എഴുതാം മൈനസ്. രണ്ടാമത്തെ കേസിൽ pi of 1 2 കൊടുക്കുക. 1 2 കൊടുക്കുമ്പോൾ x 1 കൊടുക്കുമ്പോൾ 1 into 2 4 4 by 2 പ്ലസ് സി സി കട്ടായി പോകും. 4 into 16 ഈ 4 2 വെട്ടിക്കളഞ്ഞ് 2 വരും. 2 into 16 32 വരും. ഇവിടെ 4 2 വെട്ടിക്കളയാൻ 2 വരും. 32 minus 32 the answer will be 30. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 30. അപ്പൊ ഇത് 3 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഒന്നാമത്തെ കേസ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തു. കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്താ ചെയ്ത്? തന്നിരിക്കുന്ന വെക്ടർ ഫംഗ്ഷൻ i പ്ലസ് ജെ ഫോമിലാണ്. അതിൽ ഐയുടെ കോഎഫിഷ്യന്റിനെ എഫ് എന്ന് വിളിച്ചു, ജെയുടെ കോഎഫിഷ്യന്റിനെ നമ്മൾ എന്ത് വിളിച്ചു? ജി എന്ന് വിളിച്ചു. അപ്പൊ എഫ് നമുക്ക് കിട്ടി, ജി കിട്ടി. ആ എഫ് എന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു? പാർഷ്യലി എഫ് എന്ന ഫംഗ്ഷനെ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിച്ചു. അതുപോലെ ജി എന്ന ഫംഗ്ഷനെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ഡോ ജി ബൈ ഡോ എക്സ് കിട്ടി. ഇവിടെ ഡോ എഫ് ബൈ ഡോ വൈയും ഡോ ജി ബൈ ഡോ എക്സും ഈക്വൽ ആണ്. ഡോ എഫ് ബൈ ഡോ വൈയും ഡോ ജി ബൈ ഡോ എക്സും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ പറയുന്നു തന്നിരിക്കുന്ന വെക്ടർ ഫംഗ്ഷൻ ഈസ് കൺസർവേറ്റീവ്. അപ്പൊ ഒന്നാമത്തെ കേസുകൾ. രണ്ടാമത്തെ കേസ് കൺസർവേറ്റീവ് ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് വൈ സ്ക്വയർ ഐ പ്ലസ് എക്സ് സ്ക്വയർ വൈ ജെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ. ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേഡ് ഫൈ ആണ്. ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ. കമ്പയറിംഗ് ചെയ്ത കോഎഫിഷ്യൻസ് ഓഫ് ഫൈ ആൻഡ് ജെ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് നമുക്ക് കിട്ടും, ഡോ ഫൈ ബൈ ഡോ വൈ കിട്ടും. ഈ ഡോ ഫൈ ബൈ ഡോ എക്സിന് നമ്മൾ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അപ്പൊ ഫൈ കിട്ടും. ഡോ ഫൈ ബൈ ഡോ വൈനെ ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ, അപ്പൊ ഫൈ കിട്ടും. അപ്പൊ ആ കോമൺ ആയിട്ടുള്ള വാല്യൂ നമ്മൾ ഫൈ ആയിട്ട് എഴുതുന്നു. ആ ഫൈയുടെ വാല്യൂ നമുക്ക് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ 2 പ്ലസ്. ഇനി നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആണത്. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിസൾട്ട് ഇതാണ്. ഫൈ ഓഫ് x2 y2 മൈനസ് ഫൈ ഓഫ് x1 y1. നമുക്ക് ഇപ്പൊ കിട്ടിയ ഫംഗ്ഷനില് ഈ ഫംഗ്ഷനില് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ 2 പ്ലസ് സിയില് ആദ്യം നമ്മൾ 2 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പറായിട്ട് വരുന്ന ലിമിറ്റ് 2 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എക്സിന് 2 കൊടുക്കുമ്പോൾ 2 4, വൈക്ക് നമ്മൾ 4 കൊടുക്കുമ്പോൾ 16 പ്ലസ് സി.
അത് രണ്ടാമത്തേത് പൈ ഓഫ് എക്സ് 5 എന്ന് പറഞ്ഞാൽ എന്താണ് 1 കൊടുക്കും. 1 കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുക്കുക 1 into 4/2. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 2 വെട്ടി 2 32 - 2 ദാറ്റ് ഈസ് 30. മൂന്നാമത്തെ ആൻസർ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇത് ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളൂ.